ഒരുങ്ങുന്നത് ബ്രഹ്മാണ്ഡ സിനിമ. ദൃശ്യവിസ്മയത്തിന് പുതിയ അതിരുകൾ കുറിച്ച് രാജമൗലിയുടെ വാരണാസി ട്രെയിലർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ബാഹുബലിക്ക് മുകളിൽ ദൃശ്യവിസ്മയം ഒരുക്കി സംവിധായകൻ എസ് രാജമൗലി. SSMB29 എന്ന് താൽക്കാലികമായി പേരിട്ടിരുന്ന ചിത്രത്തിന്റെ പേരും ട്രെയിലറും പുറത്തുവിട്ടാണ് രാജമൗലി ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയത്. വാരണാസി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം പല യുഗങ്ങളിലൂടെയുള്ള കാഴ്ചകളിലൂടെ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നു. ഇതുവരെ കാണാത്ത ബ്രഹ്മാണ്ഡ കാഴ്ചകളാണ് രാജമൗലി പുതിയ ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. CE 512 വാരണാസി കാണിച്ചുകൊണ്ടാണ് ട്രെയിലർ തുടങ്ങുന്നത്. പിന്നീട് 2027 ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ശാംഭവി എന്ന ചിഹ്നഗ്രഹമാണ് കാണിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് അന്റാർട്ടിക്കയിലെ റോസ് ഐസ് ഷെൽഫ്, ആഫ്രിക്കയിലെ അംബോസിലി വനം, BCE 7200 ലങ്കാ നഗരം, വാരണാസിയിലെ മണികർണിക ഘട്ട് തുടങ്ങിയവയെല്ലാം ട്രെയിലറിൽ പ്രത്യക്ഷപ്പെടുന്നു. ട്രെയിലറിന്റെ അവസാന ഭാഗത്താണ് നായകൻ മഹേഷ് ബാബു എത്തുന്നത്. കയ്യിൽ തൃശൂലമേന്തി കാളയുടെ പുറത്ത് മഹേഷ് ബാബുവിന്റെ എൻട്രി. ഹൈദരാബാദിൽ നടന്ന പരിപാടിയിലാണ് ട്രെയിലർ പുറത്തിറക്കിയത്. പൃഥ്വിരാജ് സുകുമാരനാണ് ചിത്രത്തിലെ പ്രതിനായക കഥാപാത്രമായ കുംഭയെ അവതരിപ്പിക്കുന്നത്. മന്ദാകിനി എന്ന കഥാപാത്രമായി ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്രയും എത്തുന്നു. ചിത്രം 2027 പുറത്തിറങ്ങുക. സിനിമയുടെ ചിത്രീകരണം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് ബാബുവിന്റെ 50ാം പിറന്നാൾ ദിനത്തിൽ ചിത്രത്തിന്റെ പോസ്റ്റർ പങ്കുവച്ചിരുന്നു. ബിഗ് ബജറ്റ് ചിത്രത്തിലെ നടന്റെ കഥാപാത്രത്തിന്റെ പ്രീ ലുക്ക് പോസ്റ്ററാണ് സംവിധായകൻ പുറത്തുവിട്ടത്. ഗ്ലോബ് ട്രോട്ടർ അഥവാ ലോകം ചുറ്റുന്നവൻ എന്നാണ് മഹേഷ് ബാബുവിന്റെ കഥാപാത്രത്തെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യാന ജോൺസ് സീരീസിന്റെ ലൈനിലാണ് ചിത്രം ഒരുങ്ങുക. പൃഥ്വിരാജ് കുംഭ എന്ന കൊടും വില്ലനായാണ് ചിത്രത്തിലെത്തുന്നത്. പ്രിയങ്ക ചോപ്ര നായികയാകുന്ന സിനിമയിൽ ഹോളിവുഡിൽ നിന്നുള്ള പ്രശസ്ത താരങ്ങളും അഭിനയിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ സിനിമ 900 കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നത്. ഹോളിവുഡിലെ വമ്പൻ സ്റ്റുഡിയോസുകളുമായി നിർമ്മാണ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നിർമ്മാതാവ് തമോഡ് ഭരദ്വാജ് പറഞ്ഞിരുന്നു. പല ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന സിനിമകളുടെ ആദ്യ ഭാഗം 2027 റിലീസ് ചെയ്യും. ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് കൂടിയായ മഹേഷ് ബാബു പ്രതിഫലം വാങ്ങാതെയാണ് സിനിമ ചെയ്യുന്നതെന്ന റിപ്പോർട്ടുകളുമുണ്ട്. രാജമൗലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജയേന്ദ്ര പ്രസാദ് ആണ് SSMB29 തിരക്കഥ ഒരുക്കുന്നത്. ഇന്ത്യൻ സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതാകും ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവമെന്നാണ് വിജയേന്ദ്ര പ്രസാദ് പറഞ്ഞത്. MM കീരവാണിയാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ ദയവ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.